പാലിയേക്കരയിലെ ടോൾ വിലക്ക് തുടരും എന്ന വാർത്ത വരുന്നു ഹൈക്കോടതിയിൽ നിന്നും. വിഷ്ണു സുരേഷ് ആ വാർത്തയുടെ വിവരങ്ങൾ മറ്റിരുന്നു. വിഷ്ണു, അപ്പോൾ നിരന്തരം ഈ പറയുന്ന രീതിയിൽ പണികളൊക്കെ പൂർത്തിയായതാണ് എന്നൊക്കെ പറഞ്ഞ് കളക്ടറുടെ റിപ്പോർട്ട് ഉണ്ടായിട്ടും അതൊന്നും കോടതിക്ക് ബോധ്യപ്പെടുന്ന റിപ്പോർട്ടുകളല്ല വിഷ്ണു. ഹാഷ്മി, ഇതുമായി ബന്ധപ്പെട്ട് കളക്ടർ ഇന്നലെ റിപ്പോർട്ട് നൽകി. ആ റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ തുടർ പരിശോധനകൾ വേണം എന്ന നിലപാടാണ് കോടതിക്ക് ഉള്ളത്. നാഷണൽ ഹൈവേ അതോറിറ്റി ഇന്ന് ആവർത്തിച്ച് കോടതിയിൽ പറഞ്ഞത് പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചിട്ടുണ്ട്, അപാകതകളൊക്കെ പരിഹരിച്ചു, സുഗമമായ ഗതാഗതം നിലവിൽ ഇടപ്പള്ളി മണ്ണുത്തി ദേശീയപാതയിൽ ഉണ്ട് എന്നാണ്. പക്ഷേ ഈ പരാതിക്കാർ അല്ലെങ്കിൽ ഹർജിക്കാർ വ്യക്തമാക്കിയത് ഇപ്പോഴും സർവീസ് റോഡുകൾ മോശമായി കിടക്കുന്നു, ഡ്രെയിനേജുകൾ കൃത്യമായി പ്രവർത്തിക്കുന്നില്ല, വെള്ളക്കെട്ടിനുള്ള സാധ്യതയുണ്ട്, അങ്ങനെ ആരോപണങ്ങൾ അവിടെയും നിലനിൽക്കുന്നുണ്ട്. ആ പശ്ചാത്തലത്തിൽ ഹർജി ഈ കളക്ടറുടെ റിപ്പോർട്ട് വിശദമായി പരിശോധിച്ച ശേഷം നാളെ പരിഗണിക്കാം എന്ന് പറഞ്ഞാണ് മാറ്റിയത്. അതിന്മേൽ ഈ ടോൾ വിലക്ക് അത് തുടരും. നേരത്തെ ഇന്ററിം ഓർഡറായി പ്രഖ്യാപിച്ച ടോൾ വിലക്ക് അത് തുടരും. 40 ദിവസമായി ഇപ്പോൾ പാലിയേക്കരയിൽ ടോൾ പിരിച്ചിട്ടുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. കോടതി ഇന്ന് വ്യക്തമാക്കിയത് ഈ നടപടി, അതായത് ഈ ടോൾ വിലക്കുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് കോടതി അടുത്ത ഘട്ടത്തിൽ നടപടിയെടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഈ റോഡിന്റെ ഹർജി അത് ഒരു തുടർ പ്രക്രിയയായി മുന്നോട്ട് പോകുമെന്നും കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. തിങ്കളാഴ്ചയോടെ ഈ വിഷയത്തിൽ തീരുമാനമെടുക്കും എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. ഹാഷ്മി. ഓക്കെ, വിഷ്ണു സുരേഷാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. പാലിയേക്കരയിലെ ടോൾ വിലക്ക് തുടരുമെന്നുള്ളതാണ്. കംപ്ലീറ്റ് പണി പൂർത്തിയാക്കി അത് കോടതിക്ക് ബോധ്യപ്പെടുമ്പോൾ മാത്രമേ ഈ പറയുന്നത് ടോൾ നിരക്ക്. അതിനിടയിൽ വീണ്ടും ഈ ടോൾ നിരക്ക് കൂട്ടുന്ന സാഹചര്യം, ടോൾ വിലക്ക് നിലനിൽക്കെ തന്നെ ഒരുപക്ഷെ ജനത്തെ വെല്ലുവിളിച്ച് എന്നൊക്കെ പറയാവുന്ന തരത്തിൽ ടോൾ നിരക്ക് കൂട്ടുന്ന സാഹചര്യം അടക്കം നമ്മൾ പാലിയേക്കരയിൽ കണ്ടതാണ്. അപ്പോൾ തൽക്കാലം പിരിക്കേണ്ട എന്നാണ് കോടതി പറയുന്നത്. സമയമാവട്ടെ എന്നും കോടതി പരോക്ഷമായി പറയുന്നുണ്ട്. നല്ല കാര്യം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.